എന്താണ് ഈ അപകടത്തിന്റെ ആഴം? ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര പേർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നത് ഇപ്പോഴും കൃത്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് വ്യക്തമാകാത്ത സാഹചര്യവുമുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ഇത് ചൂട് കൂടിയ സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ സ്പാർക്ക് ഉണ്ടായി തീപിടുത്തമുണ്ടായതാകാം, പൊട്ടിത്തെറിയിലേക്ക് പോയതാകാം എന്നതാണ്. എങ്കിൽ ഏറ്റവും ഒടുവിൽ പെസോ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ്. ചൂട് കൂടിയുണ്ടായ അപകടമായിരിക്കില്ല, മറ്റ് ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകാനൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പരിശോധനകൾ വേണം എന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ചൂട് അല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദമായ അന്വേഷണം എന്തായാലും നടക്കേണ്ടതുണ്ട്. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഓൺലൈനായി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനും പരിക്കേറ്റ് ചികിത്സയിൽ ഉള്ളവർക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ നൽകാനും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് 6 മാസത്തെ സൗജന്യ ചികിത്സ നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപകടം സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി K. രാജൻ ഈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഈ 14 ലക്ഷം രൂപ ധനസഹായമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക്. പരിക്കേറ്റവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം നൽകാനും തീരുമാനം എടുത്തിട്ടുണ്ട്. ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയ്ക്ക് പുറമെയായിരിക്കും ഇത് നൽകുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. മറ്റ് ധനസഹായം പ്രഖ്യാപിച്ചതും കൂടിയാണ്. മന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായി. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50%-ലധികം പരിക്കേറ്റവരാണ് ഈ ചികിത്സയിലുള്ളവർ. അപ്പോൾ പരിക്കേറ്റവരുടെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് 6 മാസത്തെ സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 6 മാസത്തിലധികം ചികിത്സ ആവശ്യമാകുന്നവർക്ക് മെഡിക്കൽ ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ പൂർണ്ണ ചെലവുകളും CMDRF-ൽ നിന്ന് അനുവദിക്കുന്നതും യോഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ വയലുകൾക്കുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നികത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കും. സ്ഫോടനത്തിൽ നാശനഷ്ടം സംഭവിച്ച കെട്ടിടങ്ങളെക്കുറിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അവ പൂർവ്വസ്ഥിതിയിലാക്കാൻ ധനസഹായം നൽകാനുമൊക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വയൽ പ്രദേശത്ത് ഈ മിടിപ്പുര ഉണ്ടായിരുന്ന ഇടങ്ങളിൽ കടാവർ നായ്ക്കളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതിന് പുറമെ മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ CV അനുമോദ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇപ്പോഴും അവിടെ കടാവർ നായ്ക്കളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. എത്ര പേരുണ്ടായിരുന്നു എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാണാതായവരെ കുറിച്ച് അന്വേഷിച്ചെത്തുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഈ അപകട സ്ഥലത്തെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രേണുക, കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയം മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം അവരെ പരിശോധനയ്ക്ക് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കനത്ത ചൂടിൽ അവർക്ക് മണം പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റ് സംഘങ്ങളുടെയും പരിശോധനകൾ ഇപ്പോഴും തെരച്ചിലൊക്കെ ഈ ഒരു വെടിക്കെട്ട് പുരയ്ക്ക്
അകത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്കകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പോലീസിൻ്റെ പരിശോധന ഏകദേശം പൂർത്തിയായെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇന്ന് കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ, അതായത് ഇനി അപകടമുണ്ടാക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ ഇവിടുന്ന് മാറ്റുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുറത്തേക്കുള്ള ഒരു 300 മീറ്റർ ചുറ്റളവിൽ ഈ ഒരു തുരുത്തിനു ചുറ്റും ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇതുവരെ 9 ശരീരാവശിഷ്ടങ്ങൾ ഈ ഒരു തുരുത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം തന്നെ പരിശോധനയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ADMൻ്റെയും അതേപോലെ തന്നെ പെസയുടെ ഉദ്യോഗസ്ഥരുടെയും പരിശോധനകൾ ഉണ്ടായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂടായിരിക്കില്ല ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. അതിന് 2 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ഇവിടേക്കുള്ള വൈദ്യുതി കണക്ഷൻ, ഇവിടെ വൈദ്യുതി കണക്ഷനുള്ള 1-2 ഷെഡുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം പരിശോധനകൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളെക്കുറിച്ചുള്ള പരിശോധനകൾ അതുകൂടി പൂർത്തിയാക്കണമെന്നാണ് ഇതിൽ ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള നിരീക്ഷണമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതായത് വെയിൽ കൊണ്ട് മാത്രം, കനത്ത ചൂട് കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു പൊട്ടിത്തെറി, ഇത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടാകില്ല എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇനി അടുത്ത ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ടാകാം, അതല്ലെങ്കിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമാകും. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നടക്കുക. ഒപ്പം തന്നെ ഇവിടെ ഇനി അടുത്ത ദിവസം കൂടി ഒരുപക്ഷെ ഈ തുരുത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ കിടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്ന് ഈ ഒരു വെടിമരുന്നിൻ്റെ ഗന്ധം ഇവിടെ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് പൂർണ്ണമായിട്ടും ഗന്ധം തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും സാഹചര്യങ്ങൾ കുറേ കൂടി മാറും. ആ ഘട്ടത്തിൽ ശരീരാവശിഷ്ടങ്ങളുടെ ഗന്ധം ഇവർക്ക് കുറെ കൂടി വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നൊരു വിലയിരുത്തലും പോലീസിനുണ്ട്. അതുകൊണ്ട് നാളെയും പരിശോധന നടക്കുമെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരം. അതുപോലെ ഈ തുടർ അന്വേഷണങ്ങൾ, ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യത്തിലും മറ്റ് രാസവസ്തുക്കളുടെ കാര്യത്തിലുള്ള അന്വേഷണങ്ങളും അടുത്ത ദിവസം തന്നെ പൂർത്തിയാകുമെന്നും കരുതുന്നുണ്ട്. അതിനേക്കാളൊപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്താനുള്ള ഉദ്യമത്തിലാണ് പോലീസ്. പക്ഷേ രക്ഷപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മാനസികമായിട്ടുള്ള നിലയിൽ കൂടി കണക്കിലെടുത്ത ശേഷമേ അവരുടെ മൊഴിയെടുക്കലുള്ള കാര്യത്തിലേക്ക് പോകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക. തീർച്ചയായും അനുമോദ്, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അങ്ങിഞ്ഞ് അവിടെയായി ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ചെറിയ തോതിലാണ് എങ്കിൽ പോലും അളവിൽ കൂടുതൽ ഈ വെടിമരുന്ന് അവിടെ സൂക്ഷിച്ചിരുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? ഈ ലൈസൻസ് ലഭിച്ച വ്യക്തി അടക്കം ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ നവമി തന്നെ നമ്മളോട് പറയുന്നു, നിർബന്ധിച്ചൊക്കെ ജോലിക്ക് കൊണ്ടുവന്നവർ ഇതിൽ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന്. കൃത്യമായും എത്ര തൊഴിലാളികൾ, അവർക്കിടയിൽ എത്ര അകലം എന്നത് സംബന്ധിച്ചൊക്കെ നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ആ വിധത്തിൽ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു എന്നതിൻ്റെ സൂചനകളുണ്ടോ? പൂർണ്ണമായും ഇതെല്ലാം കത്തി നശിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ പ്രാഥമികമായി നടന്ന പരിശോധനയിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ? രേണുക, നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ, നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ നിയന്ത്രണമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പലയിടത്തായി കൂടിക്കിടക്കുന്ന കരിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എവിടെ ഷെഡ് ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്, എവിടെയായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് ഒന്നും തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അറിയുകയില്ല. ഇതിൽ രേണുക ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അളവിൽ കൂടുതൽ വെടിമരുന്നുണ്ടായിരുന്നു എന്നാണ്. അത് കൃത്യമായിട്ട് അത്തരത്തിലൊരു വിവരം അധികൃതരുടെ ഭാഗത്തുനിന്നില്ല. 5000 ടണ്ണോളം വെടിമരുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് തൃശ്ശൂർ പൂരവും പാവറട്ടി പെരുന്നാളും ഒക്കെ കണക്കാക്കി
കൃത്യമായി രേഖകളോടെ ഈ ശേഖരിച്ചതാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്കത് കൃത്യമായി പറയണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഒരു ദുരന്തത്തിന് പിന്നാലെ ഈ ഒരു ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും തെളിവില്ലാതെ പറയുന്നത് ഒരു പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ അവർ നമുക്ക് ലഭ്യമാക്കിയിട്ട് നിലവിൽ അനുവദനീയമായ അളവിൽ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളാണോ ഉണ്ടായിരുന്നത് എന്നത് വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യമുണ്ടാകും. സ്വാഭാവികമായിട്ടും ഫോറൻസിക് വിഭാഗം അതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, ലഭ്യമായ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭ്യമാകും. രണ്ടാമതായി ചോദിച്ചത് ഇവിടെ ജോലിക്കാരെ സംബന്ധിച്ച് 34 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് പോലീസ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലായത് 4 പേരാണ് ഇവിടുന്ന് ജീവനോടെ പരിക്കേൽക്കാതെ അതല്ലെങ്കിൽ ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അവരെ 3 പേരെയും നമ്മൾ നേരിൽ കണ്ടു. മറ്റ് ഇതിലുണ്ടായിരുന്നവർ ആശുപത്രിയിലും അതേപോലെ തന്നെ ചികിത്സയിലുമാണുള്ളത്. ഇതിൽ 4 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു വിവരം. കൂടുതൽ ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്നത് അറിയാൻ വേണ്ടി അപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജോലിക്ക് വന്നിരുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ ബന്ധുക്കൾ അവർ എവിടെയാണെന്നുള്ളത് കൺട്രോൾ റൂമിൽ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ്. അവർ സുരക്ഷിതരാണോ, അവരെ കാണാനില്ലാത്ത അവസ്ഥയാണോ, എന്താണെങ്കിലും അത് അറിയിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ മിസ്സിംഗ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള മറ്റൊരു വഴി ഇത് മാത്രമാണ്. ഇനി ഇവിടെ സാധാരണഗതിയിൽ ഇവിടേക്ക് അധികം പ്രവേശനമാർക്കും അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പൂരക്കമ്പക്കാരൊക്കെ ഈ വെടിക്കെട്ട് പുരയിലേക്ക് വന്ന് ഇത് കാണാനൊക്കെ നിൽക്കും. അങ്ങനെ അനുവാദമില്ലാതെ പ്രവേശിച്ചവർ ഇതിലുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം. അങ്ങനെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണം അധികൃതർക്ക് മുമ്പാകെ എന്ന നിർദ്ദേശം തന്നെ മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് മാത്രമേ നമുക്ക് എത്ര പേരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ കണക്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. 34 എന്നാണ് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു കണക്ക്. തൽക്കാലം അതുമാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും. രേണുക. ശരി, CB അനുമോദാണ് വാർത്തയുടെ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കിടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. മറ്റ് പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഇനി കണ്ടെത്തുക. മറ്റ് പോലീസിന്റെ അന്വേഷണവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.